ഹായ് എവ്രി വൺ, ഗുഡ് മോർണിംഗ്. ഓക്കെ, ഞാൻ ഇന്നത്തെ ട്രേഡിങ് കഴിഞ്ഞു. ഇന്നത്തെ ട്രേഡ് എക്സ്പ്ലെയിൻ ചെയ്യുന്ന മുന്നേ ഇന്നലത്തെ ട്രേഡ് ഒന്ന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. ഇന്നലെ ഞാൻ ഫസ്റ്റ് എൻട്രി അപ്സൈഡ് എടുത്തിരിക്കുന്നത് ഈ ഒരു ക്യാൻഡലിലാണ്. ഈ ഒരു ക്യാൻഡലിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്തപ്പോഴാണ് എടുത്തത്. അത് ഈ ഒരു റെഡ് ക്യാൻഡിൽ തന്നെ എൻ്റെ 50 പോയിൻ്റ് എക്സലിൽ ഇവിടെ ഹിറ്റായി. ഓക്കെ, പിന്നെ നെക്സ്റ്റ് എൻട്രി എടുത്തിരിക്കുന്നത് ഈ ഒരു ഗ്രീൻ ക്യാൻഡലിൽ ഹൈ ബ്രേക്ക് ചെയ്തപ്പോൾ ഇവിടെ 1:2 ഹിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ കോസ്റ്റുമാണ് വെക്കാറുള്ളത്. ഇവിടെ ഈ പ്രീമിയത്തിൻ്റെ ചാർട്ടിൽ ഈ ഒരു റെഡ് ക്യാൻഡിൽ കോസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ഒരു ഹൈ ബ്രേക്ക് ചെയ്ത് പോയപ്പോൾ കറക്റ്റ് ഞാൻ നമ്മളെ സിസ്റ്റത്തിൽ മോഡിഫൈ ചെയ്തിട്ട് കോസ്റ്റ് വെക്കും. പക്ഷേ 200 പോയിൻറ്റ്സിൻ്റെ ടാർഗറ്റ് എനിക്ക് ഇന്നലെ ഹിറ്റായിട്ടില്ല. അങ്ങനെ ഹിറ്റാവാത്ത സമയങ്ങളിൽ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഞാൻ 3 o'clock ക്യാൻഡിൽ ഈ ഒരു ഗ്രീൻ ക്യാൻഡിലാണ് ക്യാൻഡിലിൽ എക്സിറ്റ് ആവും. അങ്ങനെ എക്സിറ്റായി. ഇവിടെ എക്സിറ്റ് ആയപ്പോൾ 50 പോയിൻറ്റിൻ്റെ പ്ലസ് പ്രോഫിറ്റ്. അങ്ങനെ ആകുമ്പോൾ ഇന്നലെ 0 ആണ്. ഇവിടെ -50, ഇവിടെ +50. ഓക്കെ, അപ്പോൾ ഇന്നലത്തെ ട്രേഡ് അങ്ങനെയാണ്. ഒരുപാട് സൈഡ് വൈസ് ആണെന്ന് എനിക്ക് ഇന്നലെ തോന്നിയിട്ടുണ്ടായിരുന്നു. ഞാൻ പിന്നെ സ്ട്രീമിങ് ഒഴിവാക്കിയിട്ട് പറഞ്ഞത് നാളെ എക്സ്പ്ലെയിൻ ചെയ്യുന്നു. അപ്പോൾ ഇന്നത്തെ ട്രേഡ് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇന്ന് എനിക്ക് ചെറിയൊരു മിസ്റ്റേക്ക് എന്ന് പറയാൻ പറ്റില്ല, ചെറിയൊരു മിസ്അണ്ടർസ്റ്റാൻഡിങ് ആണ് ഉണ്ടായിട്ടുള്ളത്. ശരിക്കും എനിക്ക് എടുക്കേണ്ടിരുന്നത് അപ്സൈഡ് ആയിരുന്നു. ഇന്നലത്തെ ചാർട്ട് സൈഡ് വൈസ് ആയതുകൊണ്ടും പിന്നെ ഇന്നലത്തെ എൻ്റെ അപ്സൈഡ് എൻട്രി പെൻഡിങ് ആയതുകൊണ്ടും ശരിക്കും അപ്സൈഡ് ആയിരുന്നു എടുക്കേണ്ടിരുന്നത്. അങ്ങനെ വരുമ്പോൾ എൻട്രി വരേണ്ടിയിരുന്നത് ഈ ഒരു റെഡ് ക്യാൻഡലിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്യുമ്പോഴാണ് എൻട്രി വരേണ്ടിയിരുന്നത്. നമ്മൾ ഈസി ആയിട്ട് ഈ ക്യാൻഡിൽ തന്നെ 200 പോയിൻറ്റ്സ് കിട്ടിയാണ്. പക്ഷേ ചെറിയൊരു മിസ്അണ്ടർസ്റ്റാൻഡിങ് വന്നുപോയി. അതുകൊണ്ട് എനിക്ക് ഇന്ന് 2 സ്റ്റോപ്പ് ലോസ് ആണ്. മാക്സിമം 2 ട്രേഡാണ് ഞാൻ ഇന്ന് എടുക്കുക. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇന്നത്തെ ഫസ്റ്റത്തെ എൻട്രി ഈ ഒരു റെഡ് ക്യാൻഡലിൽ ലോ ബ്രേക്ക് ചെയ്തപ്പോൾ എടുത്തു. 50 പോയിൻ്റ് എസ് വരെ ഒന്നും ഞാൻ വെയിറ്റ് ചെയ്തില്ല. പക്ഷെ അതിന് മുന്നേ തന്നെ ഈ ഒരു ക്യാൻഡിൽ തന്നെ ലോസ് ബുക്ക് ചെയ്തു. നെക്സ്റ്റ് എൻട്രി വന്നിട്ട് അതിൻ്റെ ഇടയ്ക്ക് ഇവിടെ ഈ ഒരു ക്യാൻഡിലാണ് എക്സിറ്റ് ചെയ്തത്. അതിനിടയ്ക്ക് ഇവിടെ ഒരു മിസ്റ്റേക്ക് പറ്റിയിട്ട് ഒരു എൻട്രി എടുത്തിട്ടുണ്ടായിരുന്നു. അതപ്പോൾ തന്നെ ക്ലോസ് ചെയ്തു. അത് നമ്മൾ സെക്കൻഡ് എൻട്രി ആയിട്ട് കണക്കാക്കുന്നില്ല. അതറിയാണ്ട് പെട്ടെന്ന് എടുത്തു പോയതാണ്. പിന്നെ ഇവിടെയാണ് എടുത്തിട്ടുള്ളത് സെക്കൻഡ് എൻട്രി. ഇത് ഫസ്റ്റ് എൻട്രി, ഇത് സെക്കൻഡ് എൻട്രി. ഇവിടെ നിന്ന് എടുത്തു. ഈ ഒരു റെഡ് ക്യാൻഡലിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്തപ്പോൾ തന്നെ അതും ക്ലോസ് ചെയ്തു. അങ്ങനെ മൊത്തത്തിൽ ഇന്ന് 2 ട്രേഡും സ്റ്റോപ്പ് ലോസ് ആണ് ഹിറ്റായത്. അപ്പം ഒരു 60 പോയിൻ്റ് പ്ലസ് അപ്രോക്സിമേറ്റ്ലി പറയുന്നതാണെങ്കിൽ 60 പോയിൻറ്റ്സിൻ്റെ സ്റ്റോപ്പ് ലോസ് ആണ് ഇന്ന് ഹിറ്റായിട്ടുള്ളത്. ഒന്ന് ശരിക്കും ശ്രദ്ധിച്ചിരുന്നെങ്കിൽ ഇന്ന് ഈ ഒരു സ്റ്റോപ്പ് ലോസ് വരില്ലായിരുന്നു. 200 പോയിൻറ്റ്സ് ആണ് കിട്ടേണ്ടിരുന്നത്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഇന്ന് സ്റ്റോപ്പ് ലോസ് ആയിപ്പോയി. എന്തെങ്കിലും മിസ്റ്റേക്ക് വരികയാണെങ്കിൽ തന്നെ നമ്മളെ റൂള് ഫോളോ ചെയ്താൽ മതി. ഇന്ന് 2 ട്രേഡ് എടുക്കണം, 50 പോയിൻറ്റ്സിന് 2 ട്രേഡ് എടുത്തിട്ട് സ്റ്റോപ്പ് ലോസ് ഹിറ്റാവുന്നതാണെങ്കിൽ ശരിക്കും എനിക്ക് 100 പോയിൻറ്റിൻ്റെ സ്റ്റോപ്പ് ലോസ് ആണ് വരേണ്ടിയിരുന്നത്. അത് വെച്ച് നോക്കുമ്പോൾ ബെറ്ററാണ്. 60 പോയിൻറ്റിൻ്റെ സ്റ്റോപ്പ് ലോസ് വന്നിട്ടുള്ളൂ. ഓക്കെ, അത് ഞാനിന്ന് ലൈവ് വരാത്ത എന്താണെന്ന് വെച്ചാൽ സൂമിൽ ഞാനിപ്പോൾ ലൈവ് ട്രേഡിങ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ലൈവ് ചെയ്യാത്തത്. ഓക്കെ, ഇനിയിപ്പോൾ അഥവാ ഈ ഒരു ഇന്നത്തെ അപ് ട്രെൻഡ് ഡൗൺ പോകുന്നതാണെങ്കിൽ ഈ ഒരു ക്യാൻഡലിന് ഇങ്ങോട്ട് ഡൗൺ പോകണം. അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു അപ്സൈഡ് മൂവ്മെൻറ്റം തന്നെ ഇന്ന് വൈകുന്നേരം വരെ കീപ്പ് ചെയ്യും. പക്ഷെ എൻ്റെ ഒരു ഇതിൽ 2 ട്രേഡ് എടുക്കേണ്ട ഇത് കഴിഞ്ഞു. തേർഡ് ട്രേഡ് ഇവിടെയാണ് വരേണ്ടിരുന്നത്. ഇവിടെ എന്നാലും ഇവിടെ നിന്ന് ഇങ്ങോട്ട് മാർക്കറ്റ് ഡൗൺ പോകുമെന്നുള്ളത് അറിയത്തില്ല. എന്നാലും ഇവിടെ എൻട്രി വരും. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ട്രേഡിൻ്റെ ഡീറ്റെയിൽസ് ഇങ്ങനെയാണ് വരുന്നത്. പിന്നെ സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ് ആണ് ഞാൻ യൂസ് ചെയ്യുന്ന മെത്തേഡ്. സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ്ങിനെ പറ്റി പറയേണ്ട ആവശ്യമില്ല. കഴിഞ്ഞ ദിവസത്തെ മാർക്കറ്റിൻ്റെ മൂവ്മെൻ്റ് അനുസരിച്ചിട്ട് അവിടെ ക്രിയേറ്റ് ആയിരിക്കുന്ന സ്റ്റോപ്പ് ലോസ് എവിടെയാണോ വരുന്നത് അതിനനുസരിച്ചിട്ടാണ് നമ്മൾ ട്രേഡ് എടുക്കുന്നത്. അങ്ങനെയാണ് വരുന്നത്. കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ എനിക്കറിയത്തില്ല. നിങ്ങൾക്ക് ഒരുപാട് ഹിന്ദി ചാനൽസൊക്കെ കിട്ടും സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. മലയാളത്തിലും വേറെ ആളുകൾ ഉണ്ടാവുമായിരിക്കും. അപ്പം അവരുടെയൊക്കെ ചാനൽ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ് എങ്ങനെ ചെയ്യാന്നുള്ളത്. അപ്പം മിക്കവാറും ഓക്കെ, അപ്പം ഇത്രയേ ഉള്ളൂ ഗൈസ്. താങ്ക്സ് ഫോർ വാച്ചിങ്.